അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇത് നമ്മൾ ഒരു ദുരൂഹമായ ചർച്ചയാണെന്ന് വിചാരിക്കേണ്ട, ഒരു അന്തരീക്ഷത്തിൽ നടന്ന ചർച്ചയാണെന്നും വിചാരിക്കേണ്ട. ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചർച്ച ഒരാഴ്ചയൂടെ നീട്ടിവെച്ചാൽ ചിലപ്പോൾ ഈ ചർച്ചയുടെ ആവശ്യം വേണ്ടി വരില്ല. കാരണം ഇത് ഈ യാഥാർത്ഥ്യം സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇപ്പോഴും ശ്രീ അനിൽകുമാർ വിശ്വസിക്കുന്നുണ്ടാകും LDF ക്യാമ്പിൽ തന്നെ ജോസ് കെ മാണി തുടരും എന്ന്. താങ്കൾ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സംരക്ഷണം കൊടുത്ത പ്രസ്ഥാനം തന്നെയാണ് ഈ കേരള കോൺഗ്രസ് എം, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പിന്നെ LDFിൻ്റെ വഴി? ഒന്ന്, ബഹുമാനപ്പെട്ട KM മാണി സാറിനെ ബഹുമാനിച്ചത് രമേശ് ചെന്നിത്തലയാണ്. 10 കോടി രൂപയാണ് ബാർക്കോഴ അഴിമതിയിലെ UDFകാർ മൊത്തം വാങ്ങിയത്. അതിൽ KM മാണി സാറിന്റെ പേരിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ FIR എടുത്തു. KM മാണി സാറിന് താമപത്രം കൊടുത്തതാണോ, ആദരവ് കൊടുത്തതാണോ, പൊന്നാട കൊടുത്തതാണോ FIR? എന്നിട്ട് KM മാണി സാറിന്റെ വീട്ടിൽ ചെന്ന് തൂണെന്ന് അളന്നു നോക്കി. എന്താ അളന്നു നോക്കിയത്? രമേശ് ചെന്നിത്തലയുടെ ആഫീസിൽ കൊണ്ട് 1 കോടി രൂപ കൊടുത്തു എന്ന് ബിജു രമേശ് മൊഴി കൊടുത്തതല്ലേ? അതിന് FIR ഉണ്ടോ? അപ്പൊ ബാർക്കോഴ കേസ് ചർച്ച ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ KM മാണി സാർ തന്നെ എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന കാര്യം പറഞ്ഞ് മറന്നുപോയോ? അതിന്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നിലപാട് സ്വീകരിച്ചു അവരുടെ പാർട്ടി. ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട മോൻസ് ജോസഫിന്റെ പാർട്ടിയേക്കാൾ വലിയ പാർട്ടിയാണ്. സംശയമൊന്നുമില്ല, വലിയ പാർട്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായതോടുകൂടി രാഷ്ട്രീയം ഒന്നും മാറില്ല, അവരും മാറില്ല. നിങ്ങള് ഇപ്പൊ തന്നെ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട SKനോട് ഞാൻ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഒരേ അഭിപ്രായമാണോ? അല്ല. ഒരു ചർച്ചയും നടക്കുന്നുണ്ട് എന്ന് കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പ് പറയുന്നില്ല. അതിനർത്ഥം എന്താണ്? ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഒളിച്ചും പാത്തും തെറ്റായ ഒരു ചർച്ച ഉണ്ട് എന്ന് കള്ളക്കഥ ഉണ്ടാക്കുന്നു കോൺഗ്രസ്. എന്നിട്ട് ബഹുമാനപ്പെട്ട SKN എന്നോട് പറയുകയാണ്, എന്താണ് പറയുന്നത്? സോണിയാഗാന്ധി നിഷേധിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ സോണിയാഗാന്ധിയുടെ കാര്യം പറയുന്നത്. സോണിയാഗാന്ധി വരെ പോകണ്ട, ഞാൻ പറയുന്നത് സോണിയാഗാന്ധി വിളിച്ചു, ജോസ് കെ മാണി നിഷേധിച്ചല്ലോ. ഞങ്ങൾ LDFിൽ തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ പറഞ്ഞാൽ 2 തവണ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളുണ്ടോ കള്ളക്കഥ ഉണ്ടാക്കാൻ? അവരഭിമാനമുള്ളവരാണ്. സോണിയാഗാന്ധിക്ക് മാനമുണ്ടോ? മാനമുണ്ട്. എന്ത് വേണം? സോണിയാഗാന്ധിയുടെ പേരിൽ കേരളത്തിൽ കനകോലൂര് കള്ളക്കഥ ഉണ്ടാക്കി. ശ്രീ അനിൽകുമാർ, ഒരു അല്പസമയം ഒരു മറുപടി ശ്രീ മോൻസ് ജോസഫിന് എന്തോ പറയാൻ വേണ്ടി അത് കൈ കാണിക്കുന്നുണ്ട്. താങ്കൾ ഒരു പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട SKN അതിന് ഇരയായി തീർന്നു. ഞാൻ ഇരയായെന്നാണോ പറയുന്നത്? ബഹുമാനപ്പെട്ട SKN അതിന് ഇരയായി തീർന്നു. എന്താണ് SKN? കനകോലു ഉണ്ടാക്കിയ കള്ളത്തരത്തിന്, കള്ളപ്രചാരണത്തിന് SKനെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇരയായി. അതാണ് എന്റെ കേസ്. ഞാൻ ബഹുമാനപ്പെട്ട ജോൺ മുണ്ടക്കയത്തെ ആദരിക്കുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതിയിൽ ഞാൻ ആദരവോടെ അദ്ദേഹത്തെ കാണുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാമർശം വ്യക്തിപരമായി നടത്തിയിട്ടില്ല. പല മാധ്യമ പ്രവർത്തകരും ഇതിന് വിധേയമായെന്നും അതിന്റെ ഭാഗമായി SKN തന്നെ ഇരയായി തീർന്നത് കനകോലുവിന്റെ ഈ കുത്തിത്തിരിപ്പിനാണ്. നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാനിടയായത് വ്യാജമായ സാധനം ഉത്പാദിപ്പിച്ചിട്ടാണ്. വ്യാജങ്ങൾ ഉത്പാദിപ്പിക്കുന്നു LDFിനെ തകർക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യത്തിന് നല്ല ചരിത്രബോധമുണ്ട്. ഞങ്ങളുടെ 1987 മുന്നണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.